കണ്ടിന്യൂ യൂണിറ്റ് 2 ലെറ്റർ ടു ഗോഡ്. നേരത്തെ കഴിഞ്ഞ ചാപ്റ്ററുകൾ വീഡിയോസിൽ കാണാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ നിങ്ങൾക്കതിൻ്റെ ലിങ്ക് കിട്ടും. അതിൽ കയറി ആദ്യത്തെ 2 പാർട്ട് കാണാവുന്നതാണ്. ഓക്കെ. ദെൻ ഗോഡ് റിപ്ലൈസ്. ദ ഫോളോയിങ് ഡേ ലെഞ്ചോ വെൻ ടു ദ പോസ്റ്റ് ഓഫീസ് ഏർലിയർ ദാൻ യൂഷ്വൽ. അടുത്ത ദിവസം ലെഞ്ചോ പോസ്റ്റ് ഓഫീസിൽ പതിവിലും നേരത്തെ എത്തി. ഹി ആസ്ക്ഡ് ദ പോസ്റ്റ്മാൻ ഇഫ് ദർ വാസ് എ ലെറ്റർ ഫോർ ഹിം. പോസ്റ്റ്മാനോട് എന്താണ് ചോദിച്ചത്? എനിക്ക് ലെറ്റർ എന്തെങ്കിലും ഉണ്ടോ? ദ പോസ്റ്റ്മാൻ ഹാൻഡഡ് എ ലെറ്റർ ടു ഹിം. പോസ്റ്റ്മാൻ ആ ലെറ്റർ കൈമാറി. ദ പോസ്റ്റ് മാസ്റ്റർ ലുക്ക്ഡ് ഓൺ ഫ്രം ദ ഡോർ വേ ഓഫ് ഹിസ് ഓഫീസ്. പോസ്റ്റ് മാസ്റ്റർ എന്ത് ചെയ്തു? ആ കതകിന് പിറകിലായിട്ട് ഒളിച്ചു നിന്ന് ലെഞ്ചോ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കി. ലെഞ്ചോ ഷോഡ് നോട്ട് ദ സ്ലൈറ്റസ്റ്റ് സർപ്രൈസ് ഓൺ സീയിങ് ദ മണി. ലെഞ്ചോയ്ക്ക് ആ പൈസ കണ്ടപ്പോൾ നേരിയ അതിശയം പോലും തോന്നിയില്ല. സച്ച് വാസ് ഹിസ് കോൺഫിഡൻസ്. അയാൾക്ക് അത്രയും വിശ്വാസമായിരുന്നു. ബട്ട് ഹി ബിക്കെയിം ആംഗ്രി വെൻ ഹി കൗണ്ടഡ് ദ മണി. പക്ഷേ അയാൾക്ക് ദേഷ്യം വന്നു അയാൾ പൈസ എണ്ണി നോക്കിയപ്പോൾ. ഇവിടെ കണ്ടോ ആംഗ്രി, ദേഷ്യം, കോൺഫിഡൻസ്, വിശ്വാസം. ഗോഡ് കുഡ് നോട്ട് ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക്. ദൈവത്തിന് എന്തായാലും മിസ്റ്റേക്ക് പറ്റില്ല, തെറ്റ് പറ്റില്ല. ഇമ്മീഡിയറ്റ്ലി ലെഞ്ചോ വെൻറ്റ് അപ്പ് ടു ദ വിൻഡോ ടു ആസ്ക് ഫോർ പേപ്പർ ആൻഡ് ഇങ്ക്. പെട്ടെന്ന് തന്നെ, ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് ലെഞ്ചോ ആ ചെറിയ ജനലിനരികിലേക്ക് ചെന്നിട്ട് പേപ്പറും മഷിയും ആവശ്യപ്പെട്ടു. ഹി സാറ്റ് അറ്റ് ദ പബ്ലിക് റൈറ്റിംഗ് ടേബിൾ. ഹി സ്റ്റാർട്ടഡ് ടു റൈറ്റ്. പെട്ടെന്ന് പൊതുജനങ്ങളിരുന്ന് എഴുതുന്ന സ്ഥലത്ത് പബ്ലിക് റൈറ്റിംഗ് ടേബിളിൽ ചെന്ന് എഴുതാനായി തുടങ്ങി. വെൻ ഹി ഫിനിഷ്ഡ് ഹി വെൻറ്റ് ടു ദ വിൻഡോ ടു ബൈ എ സ്റ്റാമ്പ്. എഴുത്തെഴുതി തീർന്ന ഉടനെ അദ്ദേഹം ആ വിൻഡോയിലൂടെ, ആ ജനലിലൂടെ ഒരു സ്റ്റാമ്പും വാങ്ങി. ഹി ലിക്ക്ഡ് ദ സ്റ്റാമ്പ് ആൻഡ് ദെൻ അഫിക്സ്ഡ് ഇറ്റ് ഓൺ ദ എൻവലപ്പ് വിത്ത് എ തമ്പ് ഓഫ് ഹിസ് ഫിസ്റ്റ്. അയാൾ ആ സ്റ്റാമ്പിന് പിറകിൽ നക്കിയ ശേഷം സ്റ്റാമ്പ് എൻവലപ്പിന് പുറത്തായിട്ട്, കവറിന് പുറത്തായിട്ട് തള്ളവിരൽ ഉപയോഗിച്ച് എന്ത് ചെയ്തു? ഉറപ്പിച്ചു വച്ചു. ദ മൊമെൻറ്റ് ദ ലെറ്റർ ഫെൽ ഇൻ ടു ദ മെയിൽ ബോക്സ് ദ പോസ്റ്റ് മാസ്റ്റർ വെൻറ്റ് ടു ഓപ്പൺ ഇറ്റ്. ആ ലെറ്റർ മെയിൽ ബോക്സിൽ വീണപ്പോൾ തന്നെ പോസ്റ്റ് മാസ്റ്റർ എന്ത് ചെയ്തു? ആ ലെറ്റർ എടുത്ത് വായിക്കാൻ തുടങ്ങി. ഇതായിരുന്നു ആ ലെറ്റർ. ദിസ് വാസ് ദ ലെറ്റർ. മെർസിഫുൾ ഗോഡ്, കരുണാമയനായ ദൈവമേ, ഓഫ് ദ മണി ദാറ്റ് ഐ ആസ്ക്ഡ് ഫോർ ഓൺലി 70 pesos റീച്ച്ഡ് മീ. ഞാൻ ആവശ്യപ്പെട്ട രൂപയിൽ 70 രൂപ മാത്രമേ, 70 പെസോ മാത്രമേ എൻ്റെ കൈവശം എത്തിച്ചേർന്നുള്ളൂ. സെൻഡ് മീ ദ റെസ്റ്റ്. ബാക്കിയുള്ളത് കൂടെ അയയ്ക്കുക. സിൻസ് ഐ നീഡ് ഇറ്റ് വെരി ബാഡ്ലി. എനിക്കത് വളരെ അത്യാവശ്യമാണ്. ബട്ട് ഡോണ്ട് സെൻഡ് ഇറ്റ് ടു മീ ത്രൂ ദ മെയിൽ. ദയവായി കത്തുകളായിട്ട് എനിക്ക് അയക്കരുത്. മെയിൽ മുഖേന അയക്കരുത്. പോസ്റ്റ് ഓഫീസ് മുഖേന അയക്കരുത്. ബിക്കോസ് ദ പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ് ആർ എ ബഞ്ച് ഓഫ് ക്രൂക്സ്. പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാർ മുഴുവൻ കള്ളന്മാരാണ് എന്ന് ലെഞ്ചോ. ദിസ് ഈസ് യുവർ സ്റ്റോറി. ദെൻ 5 questions are there. 15th one. Why didn't Lenjo show any surprise when he got the money? ലെഞ്ചോയ്ക്ക് ആ പൈസ പോസ്റ്റ് ഓഫീസിൽ ലെറ്ററിൽ നിന്ന് കിട്ടിയപ്പോൾ അയാൾ എന്തുകൊണ്ടാണ് അതിശയിക്കാത്തത്? ലെഞ്ചോ ഹാസ് കോൺഫിഡൻസ് ദാറ്റ് ഹി വിൽ ഗെറ്റ് മണി ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് പൈസ ലഭിക്കുമെന്ന് അയാൾക്ക് അത്ര വിശ്വാസമായിരുന്നു. വാട്ട് വാസ് ദ എക്സ്പെക്റ്റേഷൻ ഓഫ് ദ പോസ്റ്റ് മാസ്റ്റർ? ഡിഡ് ഇറ്റ് കം ട്രൂ? പോസ്റ്റ് മാസ്റ്റർ എന്തായിരുന്നു പ്രതീക്ഷിച്ചത്? അത് ശരിയായോ? പോസ്റ്റ് മാസ്റ്റർ എന്തായിരിക്കും പ്രതീക്ഷിച്ചത്? ദൈവത്തിൽ നിന്ന് കത്ത് ലഭിക്കുമ്പോൾ ലെഞ്ചോ അതിശയപ്പെടുമെന്നാണ്. പക്ഷേ അങ്ങനെയല്ല, അല്ലേ? പോസ്റ്റ് മാസ്റ്റർ എക്സ്പെക്റ്റഡ് ദാറ്റ് ഹി വിൽ ബി എക്സൈറ്റഡ്, ബട്ട് ഇറ്റ് ഡിഡ്ന്റ് കം ട്രൂ. ഓക്കെ. 17th question. വൈ വാസ് ലെഞ്ചോ ആംഗ്രി? എന്തുകൊണ്ടാണ് ലെഞ്ചോയ്ക്ക് ദേഷ്യം വന്നത്? ലെഞ്ചോ വാസ് ആംഗ്രി ബിക്കോസ് he counted the money at that time only 70 pesos are there. കൗണ്ട് ചെയ്തപ്പോൾ, പൈസ എണ്ണിയപ്പോൾ 70 പെസോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 18th question. The actions of Lenjo after counting the money are described in detail. Narrate what he did in the correct order. Okay. ലെഞ്ചോയ്ക്ക് ഈ പൈസ കിട്ടിയതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ലെഞ്ചോ ചെയ്തതെന്ന് നിങ്ങളുടേതായ രീതിയിൽ എന്ത് ചെയ്യുക? നറേഷനായിട്ട് എഴുതുക. എങ്ങനെ വിവരിച്ചെഴുതാം നമുക്ക്? ഇങ്ങനെ നിങ്ങൾക്ക് തുടങ്ങാം. ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഹി വെൻറ്റ് ടു ദ വിൻഡോ ടു ആസ്ക് ഫോർ പേപ്പർ ആൻഡ് ഇങ്ക്. ആദ്യം വിൻഡോയുടെ അടുത്ത് ചെന്ന് പേപ്പറും ഇങ്കും ചോദിച്ചു.
Then he sat at the public writing table. He started to write. പിന്നെ എന്ത് ചെയ്തു? പബ്ലിക് റൈറ്റിംഗ് ടേബിളിൽ പോയി എഴുതാനായിട്ട് തുടങ്ങി. When he finished, he went to the window to buy a stamp. അത് തീർന്നപ്പോൾ അയാൾ പോയി സ്റ്റാമ്പ് വാങ്ങി. He licked the stamp and affixed it on the envelope with a thumb of his fist. എന്ത് ചെയ്തു? സ്റ്റാമ്പ് വാങ്ങി. ആ സ്റ്റാമ്പിന് പിറകിൽ തുപ്പൽ അല്ലേ, നക്കിയാണ് അയാൾ അതിൽ ഒട്ടിക്കുന്നത്. ആഫ്റ്റർ സ്റ്റോറി ഇൻ പേജ് നമ്പർ 43 യു ക്യാൻ സീ റിവ്യൂ ക്വസ്റ്റ്യൻസ്. കണ്ടോ? ലെറ്റ്സ് റിവ്യൂ ദ സ്റ്റോറി. ഫസ്റ്റ് വൺ, വാട്ട് വുഡ് ബി ദ പോസ്റ്റ് മാസ്റ്റേഴ്സ് ഫീലിംഗ് വെൻ ഹി റീഡ് ലെഞ്ചോസ് സെക്കൻഡ് ലെറ്റർ? ലെഞ്ചോയുടെ രണ്ടാമത്തെ ലെറ്റർ വായിച്ചപ്പോൾ എന്തായിരിക്കും പോസ്റ്റ് മാസ്റ്ററിൻ്റെ ഫീലിംഗ്? അദ്ദേഹത്തിന് വിഷമം തോന്നിക്കാണോ അല്ലേ? പോസ്റ്റ് മാസ്റ്റർ വുഡ് ബി സാഡ്. സെക്കൻഡ് വൺ, വൈ ഡിഡ് ലെഞ്ചോ തിങ്ക് ദാറ്റ് ദ പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ് ആർ എ ബഞ്ച് ഓഫ് ക്രൂക്സ്? എന്തുകൊണ്ടാണ് ലെഞ്ചോ പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ് എല്ലാം കള്ളന്മാരാണെന്ന് വിചാരിച്ചത്? യെസ്, ലെഞ്ചോ തോട്ട് ദാറ്റ് ദേ സ്റ്റോൾ ഹിസ് മണി. അവർ പൈസ മോഷ്ടിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചു. പിക്ക് ഔട്ട് ദ സെൻറ്റൻസസ് ഇൻ ദ സ്റ്റോറി ദാറ്റ് ഷോ ലെഞ്ചോ സ്ട്രോങ് ഫെയ്ത്ത് ഇൻ ഗോഡ്. ഇതിൽ ഏതൊക്കെ സെൻറ്റൻസാണ് ലെഞ്ചോയുടെ വിശ്വാസം നമുക്ക് കാണിച്ചു തരുന്നത്? ദൈവത്തിലുള്ള വിശ്വാസം കാണിക്കുന്ന സെൻറ്റൻസാണ്. ലെഞ്ചോ ഷോഡ് നോട്ട് ദ സ്ലൈറ്റസ്റ്റ് സർപ്രൈസ് ഓൺ സീയിങ് ദ മണി. അയാൾക്ക് പൈസ ദൈവം അയച്ചത് പോലും അയാൾക്ക് എന്തില്ല, അതിശയം തോന്നിയില്ല. അതുപോലെ ലെഞ്ചോയ്ക്ക് ദൈവത്തോടുള്ള അത്രയ്ക്ക് വിശ്വാസം കാണിക്കുന്ന സെൻറ്റൻസ് നിങ്ങൾ കണ്ടെത്തുക. ഫോർത്ത് വൺ, യൂഷ്വലി വി എൻജോയ് റെയിൻ. ദർ ആർ ടൈംസ് വെൻ വി കഴ്സ് ദ റെയിൻ ടു. നമ്മൾ മഴയെ ആസ്വദിക്കാറുമുണ്ട്, എന്നാൽ ചില സമയത്ത് നമ്മൾ ശപിക്കാറുമുണ്ട് അല്ലേ? ഹാവ് യു ഹാഡ് എനി സച്ച് എക്സ്പീരിയൻസ്? നിങ്ങൾക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവില്ലേ? സ്കൂളിലൊക്കെ പോകാൻ നിൽക്കുമ്പോൾ മഴ വന്നാൽ എന്താണ്? നനയുമല്ലേ? ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളൊരു കുറിപ്പായിട്ട് എഴുതുക. ഓക്കെ. പേജ് നമ്പർ 44, ലെറ്റ്സ് റൈറ്റ്. ഇനി ഈ പാഠഭാഗത്തുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് വരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആഫ്റ്റർ പോസ്റ്റിംഗ് ദ സെക്കൻഡ് ലെറ്റർ ടു ഗോഡ്, ലെഞ്ചോ റിട്ടേൺഡ് ഹോം ആൻഡ് നറേറ്റഡ് ഓൾ ദ ഈവൻറ്റ്സ് ടു ഹിസ് വൈഫ്. റൈറ്റ് ദം ഡൗൺ. അപ്പോൾ രണ്ടാമത്തെ ലെറ്റർ പോസ്റ്റ് ചെയ്തതിന് ശേഷം ലെഞ്ചോ തിരിച്ചു വന്ന് വൈഫിനോട് ഈ കാര്യങ്ങൾ പറയുന്നത് എഴുതാനാണ്. നേരത്തെ നമ്മൾ ലെഞ്ചോ പോസ്റ്റ് ഓഫീസിൽ ചെയ്ത കാര്യങ്ങൾ എഴുതിയത് ഓർക്കുന്നുണ്ടോ? അതുപോലെ വൈഫിനോട് എങ്ങനെയായിരിക്കും പറയുക? നറേറ്റ് ചെയ്ത് പറയണോ അല്ലേ? നമ്മൾ ഒരാളെടുത്ത് പറയുകയാണ് നടന്ന സംഭവത്തെക്കുറിച്ച്. അപ്പോൾ ഹേ വൈഫ്, യു നോ ഗോഡ് ഹാഡ് ഹേർഡ് അവർ പ്രയർ ആൻഡ് സെൻഡ് us some money but it was only 70 pesos. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാം? നമുക്ക് എഴുതാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: ഡിയർ വൈഫ്, ഗോഡ് ഹേർഡ് അവർ പ്രയർ ആൻഡ് സെൻഡ് ദിസ് സം മണി. ദൈവം പ്രാർത്ഥന കേട്ട് നമുക്ക് പൈസ അയച്ചു തന്നിട്ടുണ്ട് ഭാര്യയെ. ബട്ട് ഇറ്റ് വാസ് ഓൺലി 70 pesos. പക്ഷേ അത് 70 പെസോസേ ഉള്ളൂ. വി ഹാഡ് ആസ്ക്ഡ് ഫോർ 100. നമ്മൾ 100 പെസോയാണല്ലോ ആവശ്യപ്പെട്ടത്. ദ ഗോഡ് വുഡ് നോട്ട് ഹാവ് മെയ്ഡ് മിസ്റ്റേക്ക്. ദൈവത്തിന് എന്തായാലും തെറ്റുപറ്റില്ല. ദ എംപ്ലോയീസ് സ്റ്റോൾ ദ മണി. ആ ജീവനക്കാരായിരിക്കും മോഷ്ടിച്ചത്. ഐ ആം ഷുവർ. എനിക്കുറപ്പാണ്. സോ ഐ റോട്ട് അനദർ ലെറ്റർ ടു ഗോഡ്. അതുകൊണ്ട് ഞാൻ ഒരു ലെറ്റർ കൂടെ എഴുതിയിട്ടുണ്ട്. ഐ റിമൈൻഡഡ് ഹിം നോട്ട് ടു സെൻഡ് ടു മീ ബൈ മെയിൽ. ഞാൻ ദൈവത്തെ ഓർമ്മിപ്പിച്ചു, ഇനി പോസ്റ്റ് ഓഫീസ് വഴി അയക്കരുത്. ദ പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ് ആർ എ ബഞ്ച് ഓഫ് ക്രൂക്സ്. പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ് അല്ല, കള്ളന്മാരാണ്. ഇങ്ങനെയാണ് വൈഫിനോട് പറഞ്ഞ് കേൾപ്പിച്ചത്. ദിസ് ഇസ് എ നാറേഷൻ. യുവർ സെക്കൻഡ് ആക്ടിവിറ്റി, ലെറ്റർ. ദ പോസ്റ്റ് മാസ്റ്റർ റൈറ്റ്സ് എ റിപ്ലൈ ടു ലെഞ്ചോസ് സെക്കൻഡ് ലെറ്റർ. ഇമാജിൻ ആൻഡ് റൈറ്റ് ഡൗൺ ദ ലെറ്റർ. പോസ്റ്റ് മാസ്റ്റർ ലെഞ്ചോയുടെ രണ്ടാമത് എഴുതിയ ലെറ്ററിന് തിരിച്ചു മറുപടി അയച്ചാൽ എങ്ങനെയായിരിക്കും എഴുതുക? അപ്പോൾ ലെറ്ററിൻ്റെ മോഡലിൽ വേണം എഴുതാൻ. ആദ്യം എങ്ങനെ വേണം? പ്ലേസും ഡേറ്റും വയ്ക്കണം. അതുപോലെ സല്യൂട്ടേഷൻ, ഡിയർ ലെഞ്ചോ എന്നൊക്കെ പറഞ്ഞു വയ്ക്കണം. പിന്നെ മെയിൻ പോയിൻറ്റ്സ് വേണം. അതുപോലെ നിർത്തുന്നത് എങ്ങനെയായിരിക്കണം. ഇതെല്ലാം ശ്രദ്ധിച്ച് ഒരു ലെറ്റർ ഇതാ നിങ്ങൾക്കായിട്ട് തന്നേക്കുകയാണ്, നോക്കുക. സാമ്പിൾ ലെറ്റർ. പാരീസ്, 23/10/2020. മൈ ഡിയർ ലെഞ്ചോ, ഫസ്റ്റ് ഓഫ് ഓൾ ഐ അപ്രീഷിയേറ്റ് യുവർ ഫെയ്ത്ത് ഇൻ ഗോഡ്. ഇറ്റ് വാസ് ഐ ഹൂ സെൻഡ് യു 70 pesos. ലെഞ്ചോ, നിൻ്റെ വിശ്വാസത്തെ അഭിനന്ദിക്കുന്നു. ഞാനാണ് 70 പെസോ നിനക്ക് അയച്ചത്. ഐ കളക്റ്റഡ് ഇറ്റ് ഫ്രം മൈ ഫ്രണ്ട്സ് ഇൻ ദ പോസ്റ്റ് ഓഫീസ്. ഞാൻ പോസ്റ്റ് ഓഫീസിൽ എൻ്റെ ഫ്രണ്ട്സിൽ നിന്നാണ് ഇത് കളക്ട് ചെയ്തത്. ഡു നോട്ട് തിങ്ക് ദാറ്റ് വി ആർ എ ബഞ്ച് ഓഫ് ക്രൂക്സ്. ഞങ്ങൾ കള്ളന്മാരെന്ന് നീ വിചാരിക്കരുത്. വി കുഡ് കളക്ട് ഓൺലി ദാറ്റ് മച്ച്. നമുക്ക് അത്രയേ കളക്ട് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ.
വാസ് ഇറ്റ് ഹെൽപ്ഫുൾ ടു യു? അത് നിനക്ക് ഉപകാരപ്പെട്ടോ? ഐ ആം സോറി ദാറ്റ് ഐ പുട്ട് ദ സിഗ്നേച്ചർ ഓഫ് ഗോഡ്. എന്നോട് ക്ഷമിക്കണം, ഞാൻ ദൈവത്തിൻ്റെ ഒപ്പാണ് ഇട്ടിരുന്നത്. പ്ലീസ് ഡു നോട്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. എന്നെ ദയവായി തെറ്റിദ്ധരിക്കരുത്. ആക്ച്വലി ഐ വാസ് ഹെൽപ്പിംഗ് യു. ഞാൻ നിന്നെ സഹായിക്കാനാണ് ശ്രമിച്ചത്. ഗോ ഓൺ വിത്ത് യുവർ കൾട്ടിവേഷൻ. നിൻ്റെ കൃഷിയുമായി മുന്നോട്ട് പോകൂ. യു വിൽ ഗെറ്റ് എ നൈസ് ഹാർവെസ്റ്റ്. നിനക്ക് എന്തായാലും മികച്ച വിളവെടുപ്പ് തന്നെ ഉണ്ടാകും. മേ ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. വിത്ത് ലവ്, പോസ്റ്റ് മാസ്റ്റർ. ഇങ്ങനെയാണ് ലെറ്റർ എഴുതേണ്ടത്. നെക്സ്റ്റ് വൺ ഈസ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. എ ഹെയിൽ സ്റ്റോം ഡിസ്ട്രോയ്ഡ് ദ ക്രോപ്സ് ഇൻ ലെഞ്ചോസ് വില്ലേജ്. ലെഞ്ചോയുടെ ഗ്രാമത്തിലെ എല്ലാ വിളകളും ഹെയിൽ സ്റ്റോം നശിപ്പിച്ചു. ദ ലോക്കൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ടഡ് ഇറ്റ്. അവിടുത്തെ ഒരു പ്രാദേശിക ദിനപത്രം അത് റിപ്പോർട്ട് ചെയ്തു. പ്രിപ്പയർ ദ ലൈക്ലി റിപ്പോർട്ട്. നിങ്ങൾക്ക് അതുപോലൊരു റിപ്പോർട്ട് തയ്യാറാക്കാമോ? അപ്പോൾ നമുക്ക് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ വേണ്ടത് ഹെഡിങ് വേണം, പ്ലേസ് വേണം, ഡേറ്റ് വേണം. ആദ്യം അതെല്ലാം വയ്ക്കണം. എന്നിട്ട് ഇതുപോലെ റിപ്പോർട്ട് തയ്യാറാക്കാം. ശ്രദ്ധിക്കൂ. ഹെയിൽ സ്റ്റോൺസ് ഡിസ്ട്രോയ് ക്രോപ്സ് ഹെഡിങ് ആയി. പാരീസ് സ്ഥലപ്പേരുമായി. 16 October 2020 ഡേറ്റ് ആയി. നെക്സ്റ്റ്, ലാർജ് ഹെയിൽ സ്റ്റോൺസ് ഡിസ്ട്രോയ്ഡ് ദ വാലി ആൻഡ് ക്രോപ്സ് ലാസ്റ്റ് നൈറ്റ്. വലിയ ഹെയിൽ സ്റ്റോണുകൾ ആ താഴ്വരയെയും വിളകളെയും കഴിഞ്ഞ രാത്രി നശിപ്പിച്ചു. ഇറ്റ് ഹെയിൽഡ് ഫോർ ആൻ അവർ കണ്ടിന്യൂസ്ലി. 1 മണിക്കൂറോളം തുടർച്ചയായിട്ട് ആലിപ്പഴം വീഴുകയുണ്ടായി. ഫോർ എ ഗുഡ് ഹാർവെസ്റ്റ് ദ ഫാർമർ വെയിറ്റിംഗ് ഫോർ ദ ഷവർ. നല്ലൊരു വിളവെടുപ്പിനായി ഫാമേഴ്സ് മഴയ്ക്കായി കാത്തിരിക്കുകയായിരുന്നു. ബട്ട് റെയിൻ കെയിം ആസ് ഇൻ ദ ഫോം ഓഫ് ഹെയിൽ സ്റ്റോം. പക്ഷേ മഴ വന്നതോ ആലിപ്പഴ കൊടുങ്കാറ്റായിട്ടാണ്. ലെഞ്ചോ ദ ലീഡിംഗ് ഫാമർ ഓഫ് ദാറ്റ് വാലി സഫേർഡ് എ ഹെവി ലോസ്. ലെഞ്ചോ അവിടുത്തെ മുൻനിര കർഷകരിൽ ഒരാളാണ്. അദ്ദേഹത്തിന് വളരെ വലിയ നഷ്ടം ഉണ്ടായി. ദ കോൺഫീൽഡ് വാസ് ടോട്ടലി ഡിസ്ട്രോയിഡ്. ചോളപ്പാടം മുഴുവനും നശിച്ചു. ദർ വെർ നോ പ്ലാന്റ്സ് ഓർ ഈവൻ ലീവ്സ് ലെഫ്റ്റ്. അവിടെ ഒരു ചെടികളോ ഇലകളോ പോലും അവശേഷിക്കുന്നില്ല. ദ പ്ലേസ് ലുക്സ് ലൈക്ക് എ ടിപ്പിക്കൽ ഐസ് ഡെസേർട്ട്. ആ സ്ഥലം മഞ്ഞു മൂടിയ മരുഭൂമി പോലെയാണ് കാണപ്പെട്ടത്. ഹെയിൽ സ്റ്റോൺസ് ഡിസ്ട്രോയ്ഡ് ദ ഹൗസസ്, ബിൽഡിങ്സ്, ഫീൽഡ്സ് എറ്റ്സെട്ര. ഹെയിൽ സ്റ്റോൺസ് എന്തെല്ലാം നശിപ്പിച്ചു? ഹൗസസ്, ബിൽഡിങ്സ്, ഫീൽഡ്സ്. പാടങ്ങളും കെട്ടിടങ്ങളും വീടുകളും ഒക്കെ നശിപ്പിച്ചു. ദിസ് ഡിസാസ്റ്റർ കോസ്ഡ് എ ഹെവി ലോസസ് ഇൻ ദെയർ ലൈഫ്. ഈ ദുരന്തം അവരുടെ ജീവിതത്തിൽ വളരെ വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത്. ഡിസാസ്റ്റർ എന്ന് വെച്ചാൽ ദുരന്തം. നെക്സ്റ്റ്, ദ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ, കൃഷിമന്ത്രി. ഡിസ്ട്രിക്റ്റ് കളക്ടർ, പൊളിറ്റീഷ്യൻസ്, രാഷ്ട്രീയ പ്രവർത്തകർ എറ്റ്സെട്ര വിസിറ്റഡ് ദ പ്ലേസ്. മുതലായവർ ഈ സ്ഥലം സന്ദർശിച്ചു. ദ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ഓഫേർഡ് എ കോമ്പൻസേഷൻ ഫോർ ഓൾ ഫാമേഴ്സ് ഇൻ ദാറ്റ് ഏരിയ. കൃഷിമന്ത്രി അതിനുള്ള അവർക്ക് വന്ന നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് ഫാർമേഴ്സിന് ഉറപ്പ് നൽകി. ഇത്രയുമാണ് ന്യൂസ് റിപ്പോർട്ടിൽ വന്നേക്കുന്നത്. ലെറ്റർ ടു ഗോഡ്, ലെഞ്ചോയുടെ പാഠത്തിലെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇത് മനസ്സിലാക്കി തന്നെ എല്ലാവരും പഠിക്കുമല്ലോ. അപ്പോൾ അടുത്ത ചാപ്റ്ററിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ. ഹലോ ഡിയേഴ്സ്, ഡു യു ലൈക്ക് ദീസ് വീഡിയോസ്? ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ദിസ്, ഓക്കെ? സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.